ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു ട്രാവൽ വ്ളോഗായിട്ട് വന്നിരിക്കുകയാണ്. ഇപ്പം ഞാനുള്ളത് കോഴിക്കോടാണ്, എൻ്റെ അമ്മ വീട്ടിൽ. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് എല്ലാവരും എൻ്റെ അമ്മയ്ക്ക് 7 സഹോദരങ്ങളുണ്ട്. അപ്പോൾ ഞങ്ങൾ ടോട്ടൽ 8 മക്കളും അവരുടെ മക്കളൊക്കെ കൂടിയിട്ട് നമ്മൾ കൊടൈക്കനാലിലേക്ക് ട്രിപ്പ് പോവുകയാണ്. അപ്പോൾ നമുക്ക് കാണാം ഗൈസ്. ഞാൻ കോഴിക്കോട് വരെ എത്തിയ ചെറിയ ചെറിയ ഷോർട്സ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഇതിലിടയ്ക്ക് കാണിക്കാം. ഞാനിങ്ങനെ രാത്രി തന്നെ പിറ്റേന്നൊക്കെ പോകാനുള്ള ബാഗെല്ലാം പാക്ക് ചെയ്ത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. പിറ്റേന്ന് ഉച്ചയാകുമ്പോൾ നമുക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ മതി. എങ്കിലും ധൃതി പിടിച്ചെല്ലാം എടുത്ത് വെക്കുമ്പോൾ അതും ഇതൊന്നും മറന്നുകൊണ്ടാന്ന് വിചാരിച്ചിട്ട് രാത്രി തന്നെ എല്ലാം സെറ്റാക്കി വെച്ചു. ആകപ്പാടെ 2 ദിവസത്തേക്ക് ട്രിപ്പുള്ളൂ. എങ്കിലും ബാഗിൻ്റെ വലിപ്പം നോക്കിയേ എന്തായാലേ. പിന്നെ എൻ്റെ അനിയത്തി അവിടെ കണ്ണൂർ ഹോസ്റ്റലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അവൾക്ക് ക്ലാസ് ഉണ്ടായിരുന്നെന്ന്. അപ്പോൾ അവളെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ പിക്ക് ചെയ്ത് ട്രെയിനിലാണ് നമ്മൾ കോഴിക്കോടേക്ക് എത്തി കേട്ടോ. നമ്മൾ കോഴിക്കോട് എത്തിയപ്പോൾ തന്നെ എല്ലാവരും ബാഗെല്ലാം പാക്ക് ചെയ്ത് എല്ലാവരും സെറ്റായി ഓൾമോസ്റ്റ് റെഡി ആയിട്ടിരിക്കുമായിരുന്നു. ഇങ്ങനെ ഇതാണ് ഞങ്ങളുടെ ബസ്, ലൈക്കർ ട്രാവൽസ് കേട്ടോ. നല്ല അടിപൊളി, നല്ല ആംബിയൻസും ഫോഗും DJ ലൈറ്റും ലേസറും എല്ലാം ഉള്ള നല്ല കിടുക്കാച്ചി ബസ്സായിരുന്നു. അങ്ങനെ നമ്മൾ കോഴിക്കോട് നിന്ന് ഡയറക്റ്റ് കൊടൈക്കനാലിലേക്ക് പോവാണ്. അപ്പോൾ നമ്മുടെ ബാക്കിയുള്ള കുടുംബക്കാർ ഇങ്ങനെ ഓരോ സ്ഥലത്തു നിന്ന് കൂട്ടി നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ കസിൻസ് എല്ലാം ബാക്ക് സീറ്റിൽ ഒരുമിച്ചിരുന്നു. കാരണം പിള്ളേരാകുമ്പോൾ അടങ്ങി ഇരിക്കാമല്ലോ. നമ്മൾ ബസ്സിന് സീറ്റ് 34 ഉള്ളൂ. പക്ഷേ നമ്മൾ ആൾക്കാർ 38-39 ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ 2 ആളെ കണ്ടില്ലേ കോട്ടിട്ട്, അതാണ് എൻ്റെ അമ്മയുടെ ചേച്ചിമാർ, നിർമ്മലമ്മയും പുപ്പമ്മയും. അങ്ങനെ നമ്മൾ പാട്ടൊക്കെ എല്ലാ കുടുംബാംഗങ്ങൾക്കും എല്ലാവർക്കും പിന്നെ ബാക്കിയുള്ള പിന്നെ ബാക്കി എല്ലാവരും ചേർന്ന് നടത്തുന്ന ഈ യാത്ര സന്തോഷപ്രദമായി കഴിഞ്ഞിട്ടേന്ന് ആശംസിക്കുന്നു. പ്രത്യേകിച്ച് ശശിയേട്ടനും ഫാമിലിക്കും ഇതിന്റെ പേരിൽ പറഞ്ഞിരിക്കും. പിറ്റേന്ന് ഞങ്ങളൊരു 8-8:30 ആയപ്പോഴേക്കും കൊടൈക്കനാൽ എത്തിയിട്ടോ. ഇതായിരുന്നു അന്നത്തെ മോർണിംഗ് വ്യൂ. അയ്യോ അടിപൊളിയാണ്. ഞാനിത് എഡിറ്റ് ചെയ്യുമ്പോൾ കണ്ടത് ഞാൻ ഈ ടൈമിൽ ഉറങ്ങുമായിരുന്നു. എൻ്റെ ഫോൺ എടുത്തിട്ട് ആരോ എടുത്ത് വെച്ച ഷോട്ടാണ്. അങ്ങനെ നല്ല വ്യൂ ഒക്കെ കണ്ട് നമ്മൾ നിൽക്കുന്ന സ്ഥലത്തേക്ക് എത്തി. സംഭവം നമ്മളൊരു ബുക്ക് ചെയ്തെന്താ വെച്ചാൽ ഒരു വീട് പോലെയാണ്. ഒരു ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഞങ്ങളിവിടെ റൂമിലെത്തി. റൂമിൽ കയറിയിട്ട് ബാക്കി കാണാം. അപ്പം നമുക്ക് മുകളിലും താഴെയായിട്ടാണ് റൂമുള്ളത്. താഴെ പിന്നെ ഒരു അറ്റാച്ച്ഡ് കിച്ചണും കൂടെ ഉണ്ട്. അപ്പോൾ അവിടെയാണ് നമുക്ക് ഫുഡൊക്കെ റെഡിയാക്കുന്നത്. ഡ്രൈവറും പിന്നെ ആരൊക്കെ കൂടിയിട്ടാണ് ഫുഡാക്കുന്നത്. വണ്ടിയിൽ തന്നെ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ മൊത്തത്തിന് 4-5-8-9 റൂം, 4-5-8-9 റൂമുണ്ടായിരുന്നു. നല്ല അടിപൊളി റൂമായിരുന്നു. നല്ല നീറ്റായിരുന്നു, ക്ലീനായിരുന്നു. ഒത്തിരി സ്റ്റോറേജ് സ്പേസ് ഉണ്ടായിരുന്നു കേട്ടോ. എല്ലായിടത്തും ഇഷ്ടം പോലെ അലമാരയും കുറേ മേശയും കസേരയും ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആർക്കും സാധനങ്ങൾ വെക്കാൻ വേണ്ടിയിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ വേഗം വന്ന് റൂമിലെല്ലാം ഒന്ന് ചെക്ക് ഇൻ ചെയ്ത് എല്ലാം നോക്കി എല്ലാവരും വേഗം ഡ്രസ്സൊക്കെ മാറിയിരിക്കും. വി ആർ ഗെറ്റിംഗ് റെഡി. രാവിലത്തെ നമ്മുടെ ഫുഡ് ബ്രെഡ് ജാം ഉണ്ടായിരുന്നു, ചപ്പാത്തി ചിക്കൻ കറി ഉണ്ടായിരുന്നു. അവർ വന്നതിന് ശേഷമായിട്ട് ഞങ്ങൾക്ക് ഫുഡാക്കി തന്നെ. കാരണം നമ്മൾ എത്തിയപ്പോൾ തന്നെ 8:30 ആയില്ലേ. അവർ വന്ന് ഇത്ര പെട്ടെന്ന് ഫുഡാക്കി. ആക്ച്വലി നമ്മളിപ്പോൾ കൊടൈക്കനാലിൽ തണുപ്പുള്ള പകലിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. 12 മണിയായിട്ടും ഇവിടെ കുടുംബക്കാരും റെഡി ആവാതിരിക്കുകയാണ്. നമ്മൾ റെഡിയായില്ലേ? ഞങ്ങൾ നേരത്തെ റെഡിയായി. നിങ്ങൾക്ക് തോന്നുന്നത് ഇത് പ്രഹസനാണോ? പ്രഹസനാണോ? ആണോ? തോന്നുന്നുണ്ടോ? മൂക്കൊക്കെ ചൊറിയുന്നു. നാടൻപട്ടിക്ക് ഷൂസ് എനിക്ക് ഓർമ്മ വരുന്നു. ഇല്ല, ലിപ്സ്റ്റിക് ഉണ്ട്. എൻ്റെ റെജിൽ ആൻറ്റി. ഹായ് ആൻറ്റി. ഹായ് ഹായ് ഹായ്. എല്ലാവരും നല്ല വെളുത്ത് കാണുന്നത്. ഹായ്, എന്തൊക്കെയുണ്ട്? ഇതാണ് കേസ് എൻ്റെ അമ്മ പ്രസന്നൊക്കെ. അച്ഛനെ വിളിക്കാം. മൈ ഫാദർ ജി, ബേബി കൃഷ്ണകുട്ടി. എല്ലാവരും കമ്പനിയുണ്ട്. ഉറങ്ങാനല്ല, എൻജോയ് ചെയ്യാനാണ്. ഇവിടെ ഒരു കുട്ടി വളരെ കഷ്ടപ്പെട്ട് പാട്ട് പാടുന്നത് നിങ്ങൾ എല്ലാവരും ഓർക്കുന്നു. ഇത് ശരിയാണോ? ശരിയാണോ?
കഴിച്ച് സൈറ്റ് സീയിങ്ങിന് ഇറങ്ങിയേക്കുവാണ്. എവിടെ സ്ഥലം എനിക്കറിയില്ല, പോകുന്ന സ്ഥലം കാണിച്ചു തരാം. എൻ്റെ കുഞ്ഞു വെല്ലുമ്മയാണ് ഈ പോകുന്നത്, ചുരിദാറൊക്കെ ഇട്ട്. കുഞ്ഞു താറാവ്. പ്രോട്ടീൻ. ഓക്കെ. Members are buying something and even they having some without us. So bad. Not Adisha, but please. Let's take a photo. Hi Vera. ഞാനും അമ്മി ചില്ലിയാണ്. സൂയിസൈഡ് പോയിന്റ് തോന്നുന്നു. എന്ത് രസാ, നല്ല വ്യൂ, ചെറിയൊരു തണുപ്പും നല്ല വെയിലും അല്ലേ അമ്മി? ആമിക്ക് ചേച്ചി എന്താ മേടിച്ചു തരണ്ടേ? പോപ്പറ്റ്. എന്താ സാധനം പോലെ എനിക്കറിയില്ല. നമ്മളെല്ലാരും നടന്ന് മടുത്ത് ഇരിക്കുവാണ്. ചിരിക്കും അമ്മി. ആമീന്റെ ചേട്ടന്മാരെല്ലാം കൂടി ആമീനെ വെറുപ്പിക്കും അല്ലേ അമ്മി? ചേച്ചി കളർ മാറിയോ? കളർ മാറി കുറച്ച്. ആർക്കൊരു ഉഷാറില്ല. നമ്മള് നടന്ന് മുകളിൽ എത്തിയിട്ട് ആരും നടന്നു വരും. മാങ്ങ മേടിച്ചിട്ടുണ്ട്. She bought some mangas and we will attack. എന്താ വിളിക്കുന്നുണ്ട്? പിടിച്ച പൊറോട്ട ബീഫ് കൊടുക്കാം. ഹോസ്റ്റലൊന്ന് കൊണ്ടുപോകണം. ഒളിഞ്ഞോക്കാ ബോയ്സ് ഹോസ്റ്റലിൻ്റെ ഓപ്പോസിറ്റ്. ഇപ്പം എങ്ങോട്ടാണ് നടക്കുന്നതെന്ന് എനിക്കറിയില്ല. എങ്ങോട്ടോ പോകുന്നു എല്ലാവരും കൂടി കൂടിയിട്ട്. പൊട്ട് തുഴഞ്ഞിട്ട് വരാം ഗൈസ്. എക്സൈറ്റഡ് ആണോ തുഴയാൻ? സോ നൈസ്. ഇതെന്താ പെടലോ? ഈശ്വര. ആഞ്ഞോട്ട്. കൊള്ളാം. ഈ പരിപാടി കൊള്ളാം. പക്ഷേ കാര്യം എടുക്കുന്നില്ലേ? അയ്യോ. അങ്ങനെ നമ്മൾ ബോട്ടിംഗ് എല്ലാം കഴിഞ്ഞ് നേരെ നമ്മുടെ താമസിക്കുന്ന സ്ഥലത്തേക്ക് വന്നു. നമ്മൾ ഫുഡെല്ലാം കഴിച്ചിട്ട് അവിടെ നമ്മൾ സ്പീക്കർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്പീക്കറിൽ പാട്ടെല്ലാം കണക്ട് ചെയ്ത് എല്ലാവരും കൂടിയിട്ട് ചെറിയൊരു ഡാൻസും പരിപാടിയൊക്കെ ആയിരുന്നു. എല്ലാവരും ഒരേ ഡാൻസും പാട്ടുമായിരുന്നു. ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. നമുക്കവർ രാത്രിയിൽ ക്യാമ്പ് ഫയറൊക്കെ സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. എന്നാലും അതിന് മുന്നേ നമ്മൾ ചെറിയൊരു ട്രയൽ നടത്തി എല്ലാവരും കൂടി അടിച്ച് പൊളിച്ച് ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും ഡാൻസ് എല്ലാം കളിച്ച് ടയേർഡായപ്പോൾ ഞങ്ങളൊരു ഗെയിം കളിക്കാമെന്ന് വിചാരിച്ചു. ഈ ഗെയിം ഇൻസ്റ്റയിലൊക്കെ ഭയങ്കര ട്രെൻഡായത്. അതായത് ബേക്കിൽ നിൽക്കുന്ന ഒരാൾ ഫ്രണ്ടിലാക്കൊരു സ്റ്റെപ്പ് കാണിച്ചു കൊടുക്കും. അങ്ങനെ അത് കളിച്ച് ഫ്രണ്ടിലെത്തുന്നതാണ് എന്ത് സ്റ്റെപ്പ് കാണിക്കണം എന്നുള്ളതാണ്. ഫുൾ കോമഡി ആയിരുന്നു. എൻ്റെ ഒരു മാമൻ കാണിച്ച എന്ത് സ്റ്റെപ്പ്, മാമൻ്റെ മോള് കാണിച്ച വേറൊരു സ്റ്റെപ്പ്. നമ്മളിപ്പോൾ റൂമിൽ വന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുക്കുവാണ്. 7:30-8 മണിയാകുമ്പോൾ നമ്മുടെ ക്യാമ്പ് ഫെയർ തുടങ്ങും. വന്നിട്ടുണ്ട്, അത് ശരിയാവണം. നല്ല ലൈറ്റ് ഉണ്ട് ഇവിടെ. ശരിയാ, നല്ല വീഡിയോ കാണാൻ വന്നവർ. പ്രാക്ടീസ്. मेरे आशिकी अब तुम ही हो. ചിത്തിപ്പൂവാണു കത്തും കൽപ്പാറയിൽ കൊത്തിയുളിയായി
ഡാൻസും പാട്ടെല്ലാം കഴിഞ്ഞ് നമ്മൾ ഫുഡെല്ലാം കഴിച്ചിട്ട് വേഗം കിടന്നുറങ്ങി. ഇത് നമ്മൾ രാവിലെ 8 മണിയാകുമ്പോൾ എണീറ്റ് ഒരുങ്ങി നമ്മൾ സ്ഥലം കാണാൻ വേണ്ടി പോകുവാണ്. ഇന്ന് ഗുണ കേവ് അവിടെ ഇവിടെയൊക്കെ പോകാനാണ് പ്ലാന്. എല്ലാവരും ഒരുങ്ങുന്ന തിരക്കിലാണ്. ഗുഡ് മോർണിംഗ് മാഡം. മാഡം ഗുഡ് മോർണിംഗ്. മാഡം ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് സർ. ആരത്? നല്ല വ്യൂ ഒക്കെ അവിടുന്ന്. സോ ഗുഡ്. ചെറിയൊരു തണുപ്പും അല്ല, നല്ല തണുപ്പും ചെറിയൊരു വെയിലും. കൊള്ളാം. നമ്മൾ ഒരുങ്ങി ഓരോ സ്ഥലത്തേക്ക് ഇറങ്ങട്ടെ. നമ്മളെല്ലാവരും ഒരുങ്ങി സെറ്റായി താഴേക്ക് പോകാൻ നിൽക്കുന്നു. ഹായ് ഗായ്സ്. ട്രാൻസിഷൻ ആയിരുന്നു പ്ലാൻ, പക്ഷേ മാറിപ്പോയി. ആക്ച്വലി ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചിട്ട് നമ്മൾ റൂമിൽ നിന്ന് പുറത്തിറങ്ങുവാണ്. അങ്ങനെ ഞങ്ങൾ ഗുണ കേവിൽ പോകാൻ വേണ്ടി നടന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് എല്ലാവരും ഇവിടെ നിൽക്കുന്നുണ്ട്. നമ്മളിനി മേലേക്ക് ഇനി കയറി പോകണം. എന്തൊരു തിരക്കാല്ലേ. നിങ്ങളെ ടൂറ് പോകുന്ന ദിവസം പ്രത്യേകം സൂക്ഷിക്കുക. ഇത്ര വലിയ ഹോളിഡേയ്സിൽ ഒരിക്കലും ഇറങ്ങരുത്. എന്താ ഇത്ര വലിയ ഹോളിഡേയ്സിൽ ടൂറിന് ഇറങ്ങാൻ പാടില്ല. നമ്മൾ പഠിച്ചൊരു പാഠമാണ് അല്ലേ. ഭയങ്കര വെയിൽ മാത്രമല്ല തിരക്കും. നമ്മൾ മഴയിൽ കയറി. എന്റെ വെല്ലുമ്മ കയറി. എന്താ ഞങ്ങളങ്ങനെ ഗുണ കേവിൽ നിന്ന് വേഗം ഇറങ്ങിയിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് ചെറിയ ചെറിയ തട്ടുകട ഉണ്ട് കേട്ടോ. അവിടുന്ന് തൽക്കാലം ഒന്ന് ഫുഡ് കഴിച്ചു. പിന്നെ റൂമിൽ പോയിട്ടല്ലേ കഴിക്കാനേ ഉള്ളൂ, അതുകൊണ്ട്. അങ്ങനെ നമ്മൾ ഇപ്പോൾ പൈൻ ഫോറസ്റ്റിലെത്തി. നമ്മൾ തത്രപ്പാടിലാണ്. പക്ഷെ ആരും എത്തുന്നില്ല. ആർക്കും ഇൻട്രസ്റ്റ് ഇല്ല ഗൈസ്. എല്ലാവരും ഇങ്ങോട്ട് എത്തുന്നില്ല. എല്ലാവരും ഇൻട്രസ്റ്റ് ഇല്ല. നല്ല അടിപൊളി തൊട്ടിങ്ങനെ എടുക്കെന്ന് പറഞ്ഞു. അതുകൊണ്ട് മാത്രം ഞങ്ങൾ എടുക്കാൻ ഞങ്ങളുടെ ഇൻട്രസ്റ്റ് മൊത്തം പോയി. ഓറ പോയി. ഞാൻ സ്ഥലം കാണിച്ചു തരാം. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന സ്ഥലമാണ്. നമ്മളൊരു റീൽ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഗംഭീരമായ പ്രാക്ടീസാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും 4 ഭാഗത്ത് കളിച്ചോണ്ടിരിക്കുക. കിച്ചു കിച്ചു കളിക്ക് സ്റ്റെപ്പ് ഇട്. ഭയങ്കര റീൽ പ്രാക്ടീസ് ഇവിടെ നടന്നു. കളിച്ചേ
ഓടി വരിക. എല്ലാവരും മടുത്തു. അടിപൊളി റീല് കിട്ടി. അതിന് എഡിറ്റ് ചെയ്തിട്ട് നമ്മൾ ഇൻസ്റ്റയിലിടും. ഇനി നമ്മൾ ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ വേണ്ടി പോകണം. ആദ്യമായിട്ട് ഒരു ഫാമിലി മൊത്തത്തിലുള്ള ഡാൻസ് ഒക്കെ കിട്ടുന്നത് ഭയങ്കര സന്തോഷം അല്ലേ അപ്പു? ദിസ് ഇസ് അപ്പു. അപ്പുവിൻ്റെ ഇൻസ്റ്റൈഡി പറയൂ. സൂര്യ.എ. ഭയങ്കര എഡിറ്റിംഗ് ആട്ടോ. നിങ്ങൾക്ക് ആർക്കും എഡിറ്റിംഗ് ഒക്കെ വേണമെങ്കിൽ മറ്റേ ജിംബൽ എന്താ ഗിംബലിന്റെ സാധനമൊക്കെ വെച്ച് എഡിറ്റ് ഒക്കെ ചെയ്ത് ഇവ ഭയങ്കര കരാട്ടൊക്കെ ഇട്ടാണ് അല്ലേ? അപ്പോൾ നമ്മൾ ഇനി ഒരു ഫാമിലി ഫോട്ടോ എടുക്കും. നമ്മളിപ്പോൾ ഉള്ളത് പൈൻ ഫോറസ്റ്റിലാണ്. ഫാമിലി ഫോട്ടോ എടുക്കുന്നതിൻ്റെ തിരക്കിൽ എല്ലാവരും വരുന്നുണ്ട്. ഓ ഫോട്ടോ വേണം വേണം. കാണുന്നുണ്ടോ? ഞാൻ മാത്രം. അങ്ങനെ നമ്മളെല്ലാവരും ഇവിടെ നിന്ന് ഇറങ്ങാൻ നോക്കുകയാണ്. സാധനങ്ങളെല്ലാം എടുത്ത് റൂമെല്ലാം വെക്കേറ്റ് ചെയ്ത് വി ആർ ഗോയിങ് ബാക്ക്. സഹിക്കാൻ പറ്റത്തില്ല, കാരണം 2 ദിവസം പെട്ടെന്ന് പോയി. ഗൈസ്, ഞങ്ങളിപ്പോൾ ചോക്ലേറ്റ് പീഡിയയിലാണുള്ളത്. എല്ലാവരും ചോക്ലേറ്റ്സ് മേടിക്കുകയാണ്. ചോക്ലേറ്റ് ഇഷ്ടമായോ? ഇഷ്ടമില്ല? ബാക്കിയെല്ലാം ഇഷ്ടപ്പെട്ടു, പക്ഷെ ഡാർക്ക് ചോക്ലേറ്റ് ഒട്ടും ഇഷ്ടമില്ല. പക്ഷെ ഡാർക്ക് ചോക്ലേറ്റ് മാത്രം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എനിക്കെല്ലാം ഇഷ്ടമായി. കൊള്ളാം. எண்ணி பார்க்கையில் கவிதை கொட்டுது, அதை எழுத நினைக்கையில் வார்த்தை முட்டுது. നമ്മൾ തിരിച്ച് കോഴിക്കോട് പൊക്കോണ്ടിരിക്കുകയാണ്. ടാറ്റ പറ എല്ലാവരോടും.